أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسألونك عن الخمر والميسر قل فيهما إثم كبير ومنافع للناس وإثمهما أكبر من نفعهما ويسألونك ماذا ينفقون قل العفو كذلك يبين الله لكم الآيات لعلكم تتفكرون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറ ബഖറയിലെ 220 വചനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: അവർ നിന്നോട് മദ്യത്തെയും ചൂതിനെയും സംബന്ധിച്ച് ചോദിക്കുന്നു. പറയുക, അവ രണ്ടിലും വലിയ ദോഷവും ജനങ്ങൾക്ക് ചില ഗുണങ്ങളുമുണ്ട്. എങ്കിലും അവയുടെ ദോഷം അവയുടെ ഗുണത്തേക്കാൾ വളരെ വലുതാണ്. താങ്കൾ എന്താണ് ചെലവഴിക്കേണ്ടതെന്നും അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, പ്രയാസം കൂടാതെ ചെലവഴിക്കാൻ കഴിയുന്നത്ര. ഇപ്രകാരം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ വീണ്ടും പറയുന്നു. അതായത്, കഴിഞ്ഞ ദർസിൽ ചെലവ് ചെയ്യുന്നതിൻ്റെ സദക്കയുടെ സംബന്ധിച്ചുള്ള ചില ഭാഗങ്ങളാണ് പറഞ്ഞിരുന്നത്. വീണ്ടും പറയുന്നു, സദക്കയുടെ സംഭാവനകൾ മനസ്സ് തുറന്നു നൽകുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആവശ്യത്തിന് അധികമുള്ളത് ചെലവഴിക്കുക എന്ന് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ ഒന്നുകിൽ ഇത് ജിഹാദുമായി ബന്ധപ്പെട്ടതാണെന്ന് കരുതുന്നു, അല്ലെങ്കിൽ സക്കാത്ത് വന്നതോടെ ഇത് റദ്ദാക്കപ്പെട്ടു എന്ന് കരുതുന്നു. കാരണം പ്രവാചക അനുചരന്മാരുടെ പ്രവൃത്തികളും ഇസ്ലാമിക സമൂഹത്തിൻ്റെ രീതികളും ഇതിന് വിരുദ്ധമായിരുന്നു. സ്വന്തം അത്യാവശ്യ ചെലവുകൾ മാറ്റിവെച്ച് ബാക്കി സമ്പത്തെല്ലാം വിതരണം ചെയ്യുക എന്നത് ഒരു ഇസ്ലാമിക നിയമമല്ലെന്ന് ഹദീസുകളും സാക്ഷ്യപ്പെടുത്തുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി: നിങ്ങളിൽ ചിലർ തങ്ങളുടെ മുഴുവൻ സമ്പത്തും ധനമായി നൽകി പിന്നീട് ആളുകളോട് കൈനീട്ടാൻ തുടങ്ങുന്നു. യഥാർത്ഥ സദക്ക എന്നത് സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റിയ ശേഷം ബാക്കി വരുന്നതിൽ നിന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി: നിങ്ങളുടെ അനന്തരാവകാശികളെ ദരിദ്രരായി വിട്ട് അവർ മറ്റുള്ളവരോട് കൈനീട്ടുന്നതിനേക്കാൾ നല്ലത് അവരെ സമ്പന്നരായി വിട്ടുപോകുന്നതാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു തൻ്റെ സമ്പത്തിൻ്റെ 2/3 ഭാഗവും ധനം ചെയ്യാൻ അനുവാദം ചോദിച്ചപ്പോൾ പ്രവാചകൻ അത് വിലക്കി. പകുതി ചോദിച്ചപ്പോഴും വിലക്കി. ഒടുവിൽ 1/3 ധനം ചെയ്യാൻ അനുവാദം നൽകി. അതും വലിയൊരു പങ്കാണെന്ന് ഓർമ്മിപ്പിച്ചു. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ആവശ്യത്തിലധികമുള്ള സമ്പത്തെല്ലാം വിതരണം ചെയ്യണം എന്നത് ഇസ്ലാമിൻ്റെ നിർബന്ധിത നിയമമല്ല എന്നാണ്. അങ്ങനെ ചെയ്യുന്നത് ഇസ്ലാമിക അധ്യാപനങ്ങൾക്കും സ്വഹാബികളുടെ പ്രവൃത്തികൾക്കും വിരുദ്ധമാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്ത് അവശേഷിപ്പിച്ചു പോയ സ്വഹാബിമാർ ഉണ്ടായിരുന്നു. അവരുടെ സ്വത്തുക്കൾ അനന്തരാവകാശികൾക്ക് വീതിച്ചു നൽകപ്പെട്ടു. ഇസ്ലാമിൽ സമ്പത്തെല്ലാം വിതരണം ചെയ്യണം എന്നതായിരുന്നു നിയമമെങ്കിൽ ജക്കാത്ത് നിശ്ചയിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. ആവശ്യത്തിലധികം വരുന്നത് മുഴുവൻ വിതരണം ചെയ്യണമെന്ന വാദത്തിലെ ആവശ്യം എന്ന വാക്ക് തന്നെ അസ്പഷ്ടമാണ്. ചിലർ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചാലും അവരുടെ ആവശ്യങ്ങൾ തീരില്ല. എന്നാൽ മറ്റു ചിലർ തങ്ങളുടെ ബിസിനസ്സിലും വ്യാപാരത്തിലും സമ്പത്ത് നിക്ഷേപിക്കുന്നു. അവരുടെ പക്കൽ അധികം പണം അവശേഷിക്കാറുമില്ല. ഭൗതികമായി ചിന്തിച്ചാൽ ഈ വാദം തികച്ചും തെറ്റാണ്. കാരണം സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകൾ സമ്പന്നരായിട്ടില്ലെങ്കിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതി സാധ്യമാകില്ല. അത് പാവപ്പെട്ടവരെയും ദോഷകരമായി ബാധിക്കും. ആത്മീയ ഉന്നതിയുള്ള ചില ആളുകൾ തങ്ങളുടെ സമ്പത്ത് ദരിദ്രർക്കായി ചെലവഴിക്കാറുണ്ട്. ഇസ്ലാം അത് വിലക്കിയിട്ടില്ല, മറിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടേയുള്ളൂ. എന്നാൽ ഇസ്ലാം ലോകത്ത് സാമ്പത്തിക സമത്വം, എല്ലാവർക്കും ഒരേ അളവിൽ പണം സ്ഥാപിക്കാൻ കൽപ്പിച്ചു എന്ന വാദം തെറ്റാണ്. സമ്പന്നർ തങ്ങളുടെ ആവശ്യത്തിലധികമുള്ള പണം മുഴുവൻ നിർബന്ധമായും ചെലവഴിക്കണം എന്ന്
നിയമമാക്കിയാൽ ഓരോരുത്തരും സ്വന്തം ആവശ്യം സ്വയം നിശ്ചയിക്കുന്ന അവസ്ഥ വരും. അപ്പോഴും സാമ്പത്തിക സമത്വം ഉണ്ടാകില്ല. ഒരുവൻ ഉയർന്ന ഭക്ഷണവും വസ്ത്രവും വലിയ വീടും തോട്ടങ്ങളും നിലനിർത്തി ബാക്കി പണം മാത്രം നൽകും. പാവപ്പെട്ടവൻ കുടിലിൽ കഴിയാൻ നിർബന്ധിതനാകും. യാഥാർത്ഥ്യത്തിൽ ഇസ്ലാമിന്റെ കൽപ്പനയനുസരിച്ച് രാജ്യത്തെ പൗരന്മാർ ആരും പട്ടിണി കിടക്കരുത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. അവർക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ള വസ്ത്രവും ഭക്ഷണവും ഉറപ്പാക്കണം. പൂർണ്ണമായി സംരക്ഷിക്കാൻ ശരീഅത്ത് കൽപ്പിക്കുന്ന പരിധിക്കുള്ളിൽ നിന്ന് ഭരണകൂടം ചെലവഴിക്കണം. അതിനു പുറമെ ചെലവഴിക്കുന്നത് വ്യക്തികളുടെ സ്വന്തം ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു. സകാത്ത് നൽകിയ ശേഷവും ആരെങ്കിലും പട്ടിണി കിടന്നു മരിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ അവരുടെ ജീവൻ രക്ഷിക്കുക എന്നത് സമൂഹത്തിന്റെ ബാധ്യതയാണ്. ഹദീസുകളിൽ ഇതിന് തെളിവുകളുണ്ട്. ഒരാൾ പ്രവാചക സന്നിധിയിൽ വന്ന് ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമങ്ങൾ ചോദിച്ചറിഞ്ഞു. പ്രവാചകൻ സകാത്തിനെ കുറിച്ച് വിശദീകരിച്ചു. അത് കേട്ട ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഇതിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ഇല്ല. പ്രവാചകൻ പറഞ്ഞു, ഇയാൾ ഇത് കൃത്യമായി പാലിച്ചാൽ വിജയിച്ചു. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് പാവപ്പെട്ടവരെ സഹായിക്കാൻ സകാത്തിനപ്പുറം മറ്റൊന്നും നിർബന്ധമില്ല എന്നാണ്. ആരെങ്കിലും അതിൽ കൂടുതൽ നൽകിയാൽ അത് അവരുടെ പുണ്യമായി കണക്കാക്കപ്പെടുന്നു. യാഥാർത്ഥ്യത്തിൽ ഈ വചനത്തിൽ അഫ്വ എന്ന വാക്ക് വഴി മൂന്ന് വിഭാഗം ആളുകൾക്കായി 3 വ്യത്യസ്ത കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. ഒന്നാം ഘട്ടത്തിലുള്ളവർ സാധാരണ വിശ്വാസികൾ. നിങ്ങളുടെ വിശ്വാസത്തിന് ഇളക്കം തട്ടാത്ത രീതിയിൽ മാത്രം ധനം ചെയ്യുക. ചിലർ ആവേശത്തിൽ വന്ന് തങ്ങളുടെ സമ്പത്ത് മുഴുവൻ നൽകുകയും പിന്നീട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പരാതിപ്പെടാനും ദൈവവിധിയെ ആക്ഷേപിക്കാനും തുടങ്ങും. അങ്ങനെയുള്ളവരോട് അള്ളാഹു കൽപ്പിക്കുന്നത് ഭാവിയിൽ ഇപ്പോൾ ചെയ്ത ദാനധർമ്മങ്ങൾ ഓർത്ത് ഖേദിക്കേണ്ടി വരാത്ത വിധം മിതമായി മാത്രം ചെലവഴിക്കാനാണ്. കൈകൾ മുഴുവനായി തുറന്നിടരുത്. രണ്ടാം ഘട്ടത്തിലുള്ളവർ ഉയർന്ന വിശ്വാസികൾ. നിങ്ങളുടെ പക്കലുള്ള ഏറ്റവും നല്ല സമ്പത്തിൽ നിന്ന് ദൈവമാർഗത്തിൽ ചെലവഴിക്കുക. മൂന്നാം ഘട്ടത്തിലുള്ളവർ ഏറ്റവും ഉന്നതരായ വിശ്വാസികൾ. ആരും ചോദിക്കാതെ തന്നെ സ്വന്തം സമ്പത്ത് ദൈവമാർഗത്തിൽ നൽകുക. മറ്റുള്ളവർ വന്ന് ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടാകരുത്. മതപരവും ദേശീയവുമായ ആവശ്യങ്ങൾ മുൻനിർത്തി എപ്പോഴും താങ്കളുടെ ധനം ചെലവഴിച്ചുകൊണ്ടേയിരിക്കുക. വിശുദ്ധ ഖുർആൻ പറയുന്നു, കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാതി ലഅല്ലക്കും തതഫക്കറൂൻ ഫിദ്ദുനിയ വൽ ആഖിറ. ഇപ്രകാരം അള്ളാഹു നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ വിവരിച്ചിരുന്നു, നിങ്ങൾ ഇഹലോകത്തെയും പരലോകത്തെയും കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി. ഇവിടെ ലക്കുമുൽ എന്നതിന് ബഹുവചനത്തിന് പകരം ഏകവചന രൂപമാണ് അറബി വ്യാകരണത്തിൽ വന്നിരിക്കുന്നത്. അറബികളുടെ ഭാഷാ ശൈലിയിൽ പലപ്പോഴും ബഹുവചനത്തിന് പകരമായി ഏകവചനം ഉപയോഗിക്കാറുണ്ട്. ഐഹിക ജീവിതത്തെയും പാരത്രിക ജീവിതത്തെയും കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ് അള്ളാഹു തന്റെ കൽപ്പനകൾ വ്യക്തമായി വിവരിച്ചു തരുന്നത്. നിങ്ങൾ ചിന്തിച്ചു വേണം തീരുമാനങ്ങൾ എടുക്കാൻ. അന്ധമായി ഒന്നിനെയും വിശ്വസിക്കരുത്. ഉൾക്കാഴ്ചയുടെ വേണം മുന്നോട്ടു പോകാൻ. ലഅല്ലക്കും തതഫക്കറൂൻ ഫിദ്ദുനിയ വൽ ആഖിറ എന്ന വചനത്തിന്റെ സൂചന മദ്യപാനത്തെയും ചൂതാട്ടത്തെയും കുറിച്ചുള്ളതുമാകും. തീർച്ചയായും മദ്യത്തിലും ചൂതാട്ടത്തിലും ചില ഗുണങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ അവ വരുത്തുന്ന ദോഷം വളരെ വലുതാണ്. ഭൗതികമായ കാഴ്ചപ്പാടിലും മതപരമായ കാഴ്ചപ്പാടിലും ഇതുപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ മറ്റെല്ലാ കൽപ്പനകളും. അവ നിങ്ങളുടെ നന്മയ്ക്കായി നൽകപ്പെട്ടിട്ടുള്ളതാണ്. അതിനാൽ കാര്യങ്ങളെ ഗൗരവത്തോടെ ചിന്തിച്ചു മനസ്സിലാക്കുക. ഇഹലോകത്തും പരലോകത്തും വിജയം നൽകുന്ന ആ പാത തിരഞ്ഞെടുക്കുക എന്നത് നിങ്ങളുടെ കടമയാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി